ഇന്ന് ചെയ്യുന്നത് വലിയൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പിലുള്ളൊരു കേക്ക് ബോർഡാണ്. പിന്നെ വേണ്ട മെയിൻ ഐറ്റം പിസ്തയുടെ തോടുകളാണ് കേട്ടോ. ഈ പിസ്ത ഷെല്ലുകൾ ആദ്യം തന്നെ കേക്ക് ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കേക്ക് ബോർഡിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അതിന് ചുറ്റുമായിട്ടും ചെറിയൊരു സർക്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. ഈ വരയ്ക്കുന്ന സർക്കിൾ ഷേപ്പിൻ്റെ ചുറ്റുമായിട്ടാണ് നമ്മൾ പിസ്ത ഷെൽസ് ഒട്ടിച്ചു കൊടുക്കാൻ പോണത്. പിസ്ത തോടുകൾ പല വലിപ്പത്തിലുള്ളതുണ്ട്. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിപ്പം കുറഞ്ഞ തോടുകൾ സെലക്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് ബോർഡ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കാർഡ് ബോർഡോ അല്ലെങ്കിൽ ഫൈബറിൻ്റെ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനി ആ സർക്കിൾ ഷേപ്പ് വരച്ചിരിക്കുന്നതിൻ്റെ ചുറ്റുമായിട്ടും ഈ ഷെല്ലുകൾ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഉള്ളതിൽ തീരെ വലിപ്പം കുറഞ്ഞാൽ നോക്കിയാണ് കേട്ടോ ആദ്യത്തെ ലെയറിൽ ഒട്ടിച്ചു കൊടുക്കണത്. ഹോട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലെയറിൽ ഒട്ടിക്കുമ്പോൾ ഗ്യാപ്പൊന്നും വരാണ്ട് പരമാവധി ശ്രദ്ധിക്കണം. ഗ്യാപ്പൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 പിസ്ത ഷെൽ ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചിട്ട് വേണം ഓരോന്നും ഒട്ടിച്ചെടുക്കാൻ. ഇതേപോലെ തന്നെ മൂന്നാമത്തെ ലെയർ കൂടി ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചൊരു 3-4 ലെയറൊക്കെ എത്തുമ്പോഴത്തേക്കും നല്ല വലിപ്പമുള്ള ഷെല്ലുകൾ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഏകദേശം ഒട്ടിച്ച് കഴിയാറായിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു 7 ലെയറോളം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ലെയർ ഒട്ടിക്കുമ്പോൾ കേക്ക് ബോർഡ് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതിക്ക് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തെടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഈ ഫ്ലവറിൻ്റെ നടുവിലുള്ള ഭാഗം കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് കുറച്ച് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ വെച്ച് കൊടുക്കാൻ പോകുന്നത് ക്ലേ ആണ്. ക്ലേ കുറച്ച് നീളത്തിൽ ഇതേപോലെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ക്ലേ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഇട്ട് കൊടുക്കാം. ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കലിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലവറിൻ്റെ ഈ ഒരു നടുക്കുള്ള ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കടുകാണ് കേട്ടോ യൂസ് ചെയ്യണത്. കടുക് ഇങ്ങനെ ഗ്ലൂവിൻ്റെ മുകളിലേക്ക് വിതറിയിട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നന്നായിട്ട് ഒട്ടിയിരിക്കുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണ്ടേ. ഇതിനെ ഇനി പെയിൻറ്റ് ചെയ്ത് നമുക്കിതൊരു സൺഫ്ലവർ ആക്കി മാറ്റിയെടുക്കാം. അതിനു വേണ്ടി 4 കളേഴ്സാണ് യൂസ് ചെയ്യണത്. യെല്ലോ, മെറ്റാലിക് ഗോൾഡ് കളർ, ബ്രൗൺ കളർ, പിന്നെ ബ്ലാക്ക് കളറും. അപ്പോൾ ഇതിൻ്റെ പെറ്റൽസിനൊക്കെ നമുക്കൊരു യെല്ലോ കളർ അടിച്ചു കൊടുക്കാം. പെറ്റൽസിന് മൊത്തത്തിൽ യെല്ലോ കളർ തന്നെയാണ് കൊടുക്കുന്നത്. കുറച്ച് വീതി കൂടി ബ്രഷ് എടുത്താൽ നമുക്ക് പെട്ടെന്ന് പെയിൻറ് അടിച്ച് തീർക്കാനായിട്ട് പറ്റും. ഇത് ഒറ്റക്കോട്ട് അടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടി അടിച്ചു കൊടുക്കാം. ഇത് മൊത്തത്തിൽ ഇങ്ങനെ യെല്ലോ കളർ കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ബ്രൗൺ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ കളർ എൻ്റെ കയ്യിലുള്ളത് ഡാർക്ക് ആയതുകൊണ്ട് അതിനെ കുറച്ചൊന്ന് ലൈറ്റ് ആക്കി എടുക്കുകയാണ്. അതിന് യെല്ലോയും ബ്രൗണും കൂടി അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രൗണിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടും. ഇതിനി ഒരു 0 സൈസ് ബ്രഷ് എടുത്തിട്ട് എല്ലാ പെറ്റൽസിലും ഒന്ന് ഇതേപോലെ ടച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു യെല്ലോ കളറിൻ്റെ ബ്രൈറ്റ്നെസ്സും ഒന്ന് കുറഞ്ഞു കിട്ടും. ബ്രൗൺ കളർ കൊടുത്തിട്ട് പിന്നെ ഇനി മെറ്റാലിക് ഗോൾഡൻ കളറും ഇതുപോലെ അങ്ങോട്ട് അടിച്ചു കൊടുക്കാം. ഈ കളർ കൊടുക്കുമ്പോൾ ഫ്ലവറിനൊരു ഗ്ലോ കൂടി കിട്ടും. ഇനി ആ സെൻറ്ററിലുള്ള ഭാഗം ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ബ്രൗൺ കളർ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ കളർ മാത്രമല്ല യെല്ലോയും പിന്നെ മെറ്റാലിക് ഗോൾഡൻ കളറും കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സൺഫ്ലവർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ ഫ്ലവറിന് അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് ഇതിന് വേണമെങ്കിൽ വാൾ ഹാങ്ങിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതിനെ ഫുള്ളൊരു പ്ലാന്റാക്കി മാറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ലീഫ് കൂടി ഉണ്ടാക്കിയെടുക്കാം. ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറിലുള്ള ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലീഫിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഫ്ലവർ വലിപ്പത്തിലുള്ളതായതുകൊണ്ട് ലീഫും അത്യാവശ്യം വലിപ്പത്തിന് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു അലുമിനിയം വയർ രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രീൻ കളറിലുള്ള ഫ്ലോറൽ ടൈപ്പ് ചുറ്റിക്കൊടുക്കുകയാണ്. കമ്പി ലീഫിനേക്കാളും കുറച്ചും കൂടി നീളത്തിലാണ് കേട്ടോ എടുക്കേണ്ടത്. ഇതിങ്ങനെ ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കുകയാണേ. ഈ കമ്പി ഈ ലീഫിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. പേപ്പർ ആയതുകൊണ്ട് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്താലും മതി, വേഗം ഒട്ടിക്കോളും. ഈ ലീഫ് ഗ്രീൻ കളർ തന്നെ വെച്ചിട്ട് ഒന്ന് പെയിൻറ് കൂടി ചെയ്തെടുക്കാം. ലീഫിൻ്റെ അരികെല്ലാം ചെറിയൊരു കർവ് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലീഫും റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു മൊത്തം 4 ലീഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലാന്റ് ആക്കി മാറ്റാം. അതിനുവേണ്ടി അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു മരത്തിൻ്റെ കൊമ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ലീഫ് ഈ മരത്തിൻ്റെ കൊമ്പിലേക്ക് അങ്ങോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ലീഫ് വെക്കേണ്ട പൊസിഷൻ നോക്കിയിട്ട് അവിടെ വെച്ച് ആ കമ്പി വെച്ചൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. പിന്നെ വിട്ട് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ലീഫുകളും ഇതേപോലെ തന്നെ പൊസിഷൻ നോക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അവസാനം മരക്കൊമ്പിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സൺഫ്ലവറും കൂടി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൺഫ്ലവർ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി ഒരു ചട്ടിയിൽ കുത്തി നിർത്തി നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൺഫ്ലവർ മേക്കിങ്ങിൻ്റെ വേറെ 2 വീഡിയോസ് കൂടി നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഇതിന് ഒരു ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് അതിൽ കുത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി നമ്മുടെ ലിവിങ് റൂമിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ഏരിയയിലൊക്കെ വെച്ചാൽ നല്ല ലുക്കായിരിക്കും കാണാനായിട്ട്. പ്രത്യേകിച്ച് യെല്ലോ കളർ കൂടി ആകുമ്പോൾ നല്ലൊരു അട്രാക്ഷനും കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്